കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് പോലെ തന്നെ ഈ റോ എപ്പിസോഡിൽ WWE ഡ്രാഫ്റ്റും ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൺസ് ചാമ്പ്യൻ ബെക്കി ലഞ്ച് ആണ് വന്നതിന് ശേഷം ബെക്കി ലഞ്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സംസാരിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഫാൻസിന് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. എന്നാലും ഇവര് ബെക്കി ലഞ്ചിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ലീവ് മോർഗൻ വരുന്നതായിട്ടും വന്നതിന് ശേഷം ലീവ് മോർഗൻ പറയുന്നുണ്ട്, നീ അടുത്ത ചാലഞ്ചറെ നോക്കണ്ട, അതിന് ഞാൻ ഉണ്ട് എന്ന പോലെയെല്ലാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു, റിയ റിപ്ലിയെ ഇഞ്ചുറി ആക്കി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം തിരികെ വാങ്ങിച്ചു, ഞാൻ കാരണമാണ് ഒരു കണക്കിന് നിനക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് എന്നൊക്കെ ബെക്കി ലഞ്ചിനോട് ലീവ് മോർഗൻ പറയുന്നുണ്ട്. ശേഷം ബെക്കി ലഞ്ചും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലീവ് മോർഗൻ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് തനിക്ക് കിട്ടില്ലായിരുന്നു, ഈ ലെവലിലെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെഗ്മെന്റ് മുഴുവനായിട്ടും പോയിട്ടുള്ളത്. പകുതിക്ക് വെച്ച് നയ ജാക്സ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഇന്ന് അവരുടെ അവസാനത്തെ റോ മാച്ചാണെന്നും നിങ്ങളിൽ ഒരാളായിട്ട് മാച്ച് വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചാലഞ്ച് ലീവ് മോർഗൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലീവ് മോർഗൻ ഫോഴ്സ് നയ ജാക്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റെഫനി മിക്മാൻ വന്നുകൊണ്ട് WWE ഡ്രാഫ്റ്റിന്റെ ഫസ്റ്റ് റൗണ്ടാണ് നടത്തിയത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോയിലേക്ക് സെലക്ട് ചെയ്തത് ഗുന്തർ ആൻഡ് ലൂഡ്വിഗ് കൈസർ ഇംപീരിയം ടീമിനെയാണ് റോയിലേക്ക് സെലക്ട് ചെയ്തത്. പിന്നീട് സ്മാക്ക് ഡൗണിലേക്ക് സെലക്ട് ചെയ്തത് ജേഡ് കാർഗിലിനെയാണ്. പിന്നീട് റോയിലേക്ക് സെലക്ട് ചെയ്തത് സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ ഉണ്ടായിരുന്ന ഡാമേജ് കൺട്രോൾ ടീമിനെയാണ്. അവസാനമായി സ്മാക്ക് ഡൗൺ സെലക്ട് ചെയ്തത് കെവിൻ ഓവൻസിനെയാണ്. അപ്പോൾ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ ഇവരെല്ലാം സ്മാക്ക് ഡൗണിലാണ് ഉള്ളത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ഗന്തർ വേഴ്സസ് സേവിയർ വുഡ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഏകദേശം 17-18 മിനിറ്റോളം ഈ മാച്ച് നടന്നിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മാച്ചിൽ ഗന്തറാണ് വിൻ ചെയ്യുന്നത്. സേവിയർ വുഡ്സ് പരമാവധി തോൽക്കാനെ നോക്കിയെങ്കിലും അവസാനം STF വേറെ സ്റ്റൈലിൽ പിടിച്ചുകൊണ്ടാണ് ഗന്തർ ഈ ഒരു മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് ജെയ്സ് ബാക്ക് സ്റ്റേജിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റിനെ തോൽപ്പിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. പിന്നീട് യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോൾ ആൻഡ് ഐഷോ സ്പീഡ് ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് WWE ഡ്രാഫ്റ്റ്സ് നടത്തിയിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് പിക്ക് ചെയ്തത് CM പങ്കിനെയാണ് റോയിലേക്ക് പിക്ക് ചെയ്തത്. അതുപോലെ സ്മാക്ക് ഡൗണിലേക്ക് പിക്ക് ചെയ്തത് ബോബി ലാഷ്ലി, സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരുടെ പ്രൈഡ് ടീമിനെയാണ് സ്മാക്ക് ഡൗണിൽ തന്നെ പിക്ക് ചെയ്തത്. പിന്നീട് മൂന്നാമത്തെ പിക്കായിട്ട് റോയിലേക്ക് ബ്രോൺ സ്ട്രോമനെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ സ്മാക്ക് ഡൗണിലേക്ക് ടിഫനി സ്ട്രാറ്റനെ സെലക്ട് ചെയ്തു. ഇതോടുകൂടി ഈ റൗണ്ട് അവസാനിച്ചു. അതിനുശേഷം ഇവരുടെ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ടും ലോഗൻ പോൾ ജെയ്യുസോനെ കളിയാക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ജെയ്യുസോ ബ്ലഡ് ലൈൻ വിട്ട് വന്നത് മണ്ടത്തരമാണെന്നും ജെയ്യുസോയ്ക്ക് തൻ്റെ പോലെ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോൾ പറഞ്ഞത്. അതിനുശേഷം ജെയ്യുസോ അവിടെ ഒന്നുകൊണ്ട് താൻ ഡാമിൻ പ്രീസ്റ്റിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്ത് ചാമ്പ്യൻ ആവില്ല എന്ന് ഫാൻസിനോട് ചോദിക്കും. അപ്പോൾ തന്നെ ഫാൻസ് ഈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചാൻറ്റ് ചെയ്യുന്നതായിട്ടും അതിനുശേഷം താൻ ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴും ഫാൻസ് സപ്പോർട്ട് ചെയ്യും. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ജഡ്ജ്മെന്റിന്റെ ടീം വന്നുകൊണ്ട് ജെയ്യുസോനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ലോഗൻ പോൾ റിങ് വിട്ട് പോയിക്കൊണ്ട് കയ്യിൽ ആ ഒരു വളയെല്ലാം ധരിച്ചു വന്ന് ജെയ്യുസോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ജെയ്യുസോ അടുത്ത സെക്കൻഡിൽ മാറുന്നതായിട്ടും അത് ജഡ്ജ്മെന്റ് ഡേയിലുള്ള JD മെക്ഡാനിക്കിന്റെ മുഖത്ത് കൊള്ളുന്നതായിട്ടും ഇത് കണ്ട് ജെയ്യുസോ വളരെയധികം സന്തോഷിക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. ശേഷം വീണ്ടും ജഡ്ജ്മെന്റ് ഡേ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ജെയ്യുസോനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോയിലേക്ക് ഡ്രാഫ്റ്റ് ആയ ബ്രോൺ സ്ട്രോമൻ ആണ് റിട്ടൈൻ ചെയ്തത്. ബ്രോൺ സ്ട്രോമൻ ഇഞ്ചുറി ആയി പോയി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് റോ എപ്പിസോഡിൽ വന്നത്. ഇത് വളരെയധികം സന്തോഷം തോന്നിയെങ്കിലും ഒരു 4 ദിവസം കൂടിയും കാത്തിരുന്ന് ബാക്ക്ലാഷിൽ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്തായാലും റോ എപ്പിസോഡിൽ വന്നതും നന്നായിട്ടുണ്ട്. വന്നതിന് ശേഷം ജഡ്ജ്മെന്റ് ഡേയിലുള്ള JD മെക്ഡാനിക്കിനെയും ഫിൻ ബാലറിനെയും എല്ലാം അറ്റാക്ക് ചെയ്ത് ഫിൻ ബാലറിന് ഒരു വലിയ ചോക്ക് സ്ലാം കൊടുക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. ശേഷം ലോഗൻ പോളിനെ സഹായിക്കാൻ വന്ന ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തെല്ലാം പോയി പ്രശ്നമുണ്ടാക്കാൻ നോക്കുമ്പോൾ ജെയ്യുസോ വന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകും. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസം ട്രൂത്തും ജാറ്റ് കേബിൾ സംസാരിക്കുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനം സാമി സൈൻ വന്നു ജാറ്റ് കേബിളിനോട് പ്രതികാരം ചെയ്യുന്നത് പോലെ ഒരു ഹെലിവ കിക്ക് കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ ബുക്കർ ടീമായിട്ട് ഡ്രൂ മെക്കൻഡയറിന് ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു ബാക്ക് സ്റ്റേജിൽ.
അതായത് CM പങ്ക്, ജെറ്റ് കാർഗിൽ ഇവരെയെല്ലാം സെലക്ട് ചെയ്തു. ഡ്രൂ മെക്കിൻടയറെ സെലക്ട് ചെയ്തില്ല. അതാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് താൻ റസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു എന്നും എന്നെ എന്തുകൊണ്ട് ആരും സെലക്ട് ചെയ്തില്ല, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ചാമ്പ്യനായ സാമി സെയിൻ വേഴ്സസ് ബ്രോൺസൺ റീഡ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. മാച്ചിന്റെ അവസാനത്തിൽ ഒരു അവസരം കിട്ടുമ്പോൾ സാമി സെയിൻ ഹെലുവ കിക്ക് ചെയ്ത് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സാമി സെയിൻ ബാക്ക് സ്റ്റേജിൽ അറ്റാക്ക് ചെയ്ത ജെറ്റ് കേബിൾ വന്നുകൊണ്ട് സാമി സെയിൻ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ബ്രോൺസൺ റീഡ് ഫിനിഷറും ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് ഈ മാച്ച് ഒരു ക്ലിയർ റിസൾട്ട് ഇല്ലാതെ അവസാനിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ശേഷം ചാറ്റ് കേബിൾ ചാമ്പ്യൻഷിപ്പ് എടുത്ത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ബ്രോൺസൺ റീഡ് ചാറ്റ് കേബിളിനെയും അറ്റാക്ക് ചെയ്ത് ആ ഒരു IC ചാമ്പ്യൻഷിപ്പ് എടുത്ത് ഇവർക്കൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ചിൻ്റെ പോലെയാണ് ഈ റോ എപ്പിസോഡിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. വീണ്ടും WWE ഡ്രാഫ്റ്റ് റൗണ്ട് 3 നടന്നു. ഫസ്റ്റ് റെയ് മിസ്റ്റീരിയോയുടെ LW ടീമിനെയാണ് റോയിലേക്ക് സെലക്ട് ചെയ്തത്. അതായത് കാർലിറ്റോ ഉൾപ്പെടെ LW ടീം മൊത്തം റോയിലേക്കാണ് ഫസ്റ്റ് പിക്കായിട്ട് എടുത്തത്. അതിനുശേഷം രണ്ടാമത്തെ പിക്കായിട്ട് സാന്റോസ് എസ്കോബാറിൻ്റെ ലിഗാഡോ ഡെൽ പാൻറ്റാസ്മ ടീമിനെയും റോയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ടിൽ മൂന്നാമത്തെ പിക്കായിട്ട് ഡ്രൂ മെക്കിൻടയറെ സെലക്ട് ചെയ്തു. മൂന്നാമത്തെ റൗണ്ടിൽ നാലാമത്തെ പിക്കായിട്ട് സ്മാക്ക് ഡൗണിലേക്ക് ഷിൻസ്കെ നാക്കമൂറയെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ചേഞ്ച് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം നാക്കമൂറ കണ്ടിന്യൂസ് ആയിട്ട് റോയിൽ തോൽക്കാണ്. സ്മാക്ക് ഡൗണിൽ പോയിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് നോക്കാം. അതിനുശേഷം ഡ്രൂ മെക്കിൻടയർ എൻട്രൻസിൻ്റെ അവിടെ വന്ന് തന്നെ മൂന്നാമത്തെ റൗണ്ടിൽ ഉൾപ്പെടുത്തിയതിനെ പറ്റി ഇത് സെലക്ട് ചെയ്യുന്ന ആളുകളെയെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ CM പങ്കിനെ കളിയാക്കി സംസാരിക്കുന്നതായിട്ടും, അതായത് CM പങ്ക് കാരണം തനിക്ക് റസൽമേനിയയിൽ ഇഞ്ചുറി സംഭവിച്ചു എന്നും എന്നാൽ താൻ അവൻ്റെ പോലെ വീട്ടിലിരിക്കില്ല, എല്ലാ ആഴ്ചയും വരും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ശേഷം CM പങ്കിൻ്റെ തീം മ്യൂസിക് വന്നു. ഡ്രൂ മെക്കിൻടയർ ചുറ്റും നോക്കി. എന്നാൽ CM പങ്ക് ഉണ്ടായിരുന്നത് ഓഡിയൻസിൻ്റെ അവിടെയാണ്. ശേഷം CM പങ്കിനെ അന്വേഷിച്ച് മെക്കിൻടയർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് ചാറ്റ് കേബിൾ, ആൽഫ അക്കാഡമി ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചിരുന്നു. അപ്പോഴും ചാറ്റ് കേബിളിന് വലിയ ഇഷ്ടമില്ലാത്തത് പോലെയാണ് കാണിച്ചത്. എന്നാലും ഓട്ടീസിനോട് ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്യണം എന്ന ലെവലിലൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ബ്രൗൺ ബ്രേക്കർ ഷെയ്മസ് ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. എന്നാൽ അതിന്റെ പകുതിക്ക് വെച്ച് ഡ്രൂ മെക്കിൻടയർ ദേഷ്യപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഷെയ്മസ് ആ ഒരു സംസാരമെല്ലാം അവിടെ വെച്ച് നിർത്തും. പിന്നീട് CM പങ്കിനെ നോക്കി ബാക്ക് സ്റ്റേജിലേക്ക് ഡ്രൂ മെക്കിൻടയർ പോകുന്നതായിട്ടും എന്നാൽ CM പങ്ക് അവിടെ ഉണ്ടായിരുന്നില്ല. CM പങ്ക് സൈൻ ചെയ്ത ഒരു ഫോട്ടോ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം CM പങ്കിൻ്റെ തീം മ്യൂസിക് വരുന്നതായിട്ടും CM പങ്ക് റിങ്ങിൽ വന്നുകൊണ്ട് മെക്കിൻടയറെ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങും. അതായത് ഞാൻ അധികം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, ചില ആളുകളുടെ പോലെ 5 മിനിറ്റ് 46 സെക്കൻഡ്, അതായത് ഡ്രൂ മെക്കിൻടയർ റസൽമേനിയയിൽ തോറ്റ കാര്യത്തെ എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് അതുപോലെ ഡ്രൂ മെക്കിൻടയറിന് ഇഞ്ചുറി ആകാൻ വേണ്ടിയിട്ട് താൻ പ്രാർത്ഥിച്ചിരുന്നു എന്നും ഇഞ്ചുറി ആയതിൽ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് ഈ സെഗ്മെൻറ്റിലും പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ റോ എപ്പിസോഡിൽ മുഴുവനായിട്ടും ഇവരുടെ സെഗ്മെൻറ്റ് വേറെ ലെവലായിട്ടുണ്ട്. അതായത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് രണ്ടു പേർക്ക് ഇഞ്ചുറി സംഭവിച്ച ഈ സമയത്തും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. എന്തായാലും മാച്ച് ഒരു 5 സ്റ്റാർ ലെവലിൽ വരും എന്ന് വിചാരിക്കാം. കാൻഡിസ് ലോറെ വേഴ്സസ് മാക്സി ഡുപ്രി ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നിരുന്നു. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഇൻഡി ഹാർട്ട്വെല്ലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കാൻഡിസ് ലോറയാണ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ റെയ് മിസ്റ്റീരിയോയുമായി സംസാരിക്കുന്നതായിട്ട് ഒരു സെഗ്മെൻറ്റ് കാണിച്ചിരുന്നു. അതായത് റോയിലേക്ക് വന്നതിൽ സന്തോഷം, പക്ഷേ റോ ജഡ്ജ്മെൻറ്റ് ഡേ ആണ് റൺ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം WWE ഡ്രാഫ്റ്റിൻ്റെ റൗണ്ട് 4 നടന്നു. ഫസ്റ്റ് പിക്ക് ചെയ്തത് റോ എപ്പിസോഡിലേക്ക് ജഡ്ജ്മെൻറ്റ് ഡേ ടീമിനെയാണ്. അതുപോലെ സ്മാക്ക് ഡൗണിലേക്ക് പിക്ക് ചെയ്തത് നയോമി. അതുപോലെ റോയിലേക്ക് പിക്ക് ചെയ്തത് മുൻ NXT ചാമ്പ്യനായിരുന്ന ഇല്യ ഡ്രാഗനോവ്, ഈ ഒരു റെസ്ലറെയാണ് റോയിലേക്ക് പിക്ക് ചെയ്തത്. പിന്നീട് സ്മാക്ക് ഡൗണിലേക്ക് ചൾസി ഗ്രീൻ ആൻഡ് പൈപ്പർ നിവിൻ ഇവരെ സെലക്ട് ചെയ്തു. പിന്നീട് ലീവ് മോർഗൻ വേഴ്സസ് നയ ജാക്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഓഡിയൻസിൻ്റെ സൈഡിൽ ടിഫനി സ്റ്റാറ്റൻ വന്നിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് നയോമി വന്നുകൊണ്ട് ടിഫനി സ്റ്റാറ്റനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ നയ ജാക്സിന് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ച് ലീവ് മോർഗനാണ് വിൻ ചെയ്തത്. അപ്പോൾ ലീവ് മോർഗന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു നല്ല വിൻ കിട്ടിയിട്ടുള്ളത്. വീണ്ടും ഡ്രാഫ്റ്റ് റൗണ്ട് 5 നടന്നു. ഫസ്റ്റ് റോയിലേക്ക് സെലക്ട് ചെയ്തത് ന്യൂ ഡേ ടീമിനെയാണ്. പിന്നീട് സ്മാക്ക് ഡൗണിലേക്ക് സെലക്ട് ചെയ്തത് പ്രീറ്റി ഡെഡ്ലി ടീമിനെ. അതുപോലെ തന്നെ റോയിലേക്ക് സെലക്ട് ചെയ്തത് NXT വുമൺ റെസ്ലറായ ലൈറ വാൽക്കേരിയ ഇവരെയാണ് റോയിലേക്ക് സെലക്ട് ചെയ്തത് NXTയിൽ നിന്നും. അതിനുശേഷം സ്മാക്ക് ഡൗണിലേക്ക് സെലക്ട് ചെയ്തത്
കാൻഡീസ് ലോറെ ആൻഡ് ഇൻഡി ഹാർട്ട്വെൽ ഇവരെ രണ്ടുപേരെയുമാണ്. പിന്നീട് ആൽഫ അക്കാഡമി വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസം ട്രൂത്ത് ഇവർക്കൊരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിരുന്നു. മാച്ച് അത്ര വലിയ മാച്ചായിട്ടൊന്നും തോന്നിയില്ല. മാച്ചിൻ്റെ അവസാനത്തിൽ അക്കീറോ ടുസാവയെ ഡബിൾ ഫിനിഷർ അടിച്ചുകൊണ്ട് മിസ് ആൻഡ് ആർ ട്രൂത്ത് ഇവർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻസ് ആയത്. പിന്നീട് ഡ്രാഫ്റ്റിൻ്റെ റൗണ്ട് 6 നടന്നു. റോയിലേക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്തത് കെരിൻ ക്രോസിന്റെ ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീമാണ് AOP ഉൾപ്പെടെ. സ്മാക്ക് ഡൗണിലേക്ക് സെലക്ട് ചെയ്തത് DIY ടീമിനെയാണ്, അതായത് ജോണി ഗർഗന ആൻഡ് ടൊമോസ സിയമ്പ ഇവരെ രണ്ടുപേരെയും. വീണ്ടും റോയിലേക്ക് സെലക്ട് ചെയ്തത് ബ്രോൺസൺ റീഡിനെയാണ്. ശേഷം അവസാനമായി സ്മാക്ക് ഡൗണിലേക്ക് സെലക്ട് ചെയ്തത് NXTയിൽ നിന്നുമുള്ള വുമൺസ് റെസ്ലറായ ബ്ലെയർ ഡാവൻപോർട്ട് ഇവരെയാണ് സെലക്ട് ചെയ്തത് സ്മാക്ക് ഡൗണിലേക്ക്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് 6-man ടാഗ് ടീം മാച്ചാണ്. ജെയുസോ, റിക്കോഷെറ്റ്, ആൻഡ്രായ്ഡെ വേഴ്സസ് ജഡ്ജ്മെന്റ് ഡേ, ഫിൻ ബാലർ, JD മെക്ഡാനിക് ആൻഡ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടു ടീമും നന്നായി തന്നെ ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാമിൻ പ്രീസ്റ്റിനും ജഡ്ജ്മെന്റ് ഡേക്കും ഇടയ്ക്കിടയ്ക്ക് സ്പാർക്ക് വരുന്നതായിട്ടും ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് JD മെക്ഡാനിക് ആയിട്ടല്ല. മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലറിനെ ക്ലിയർ എല്ലാം ചെയ്തതിന് ശേഷം ജെയുസോ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജെയുസോയാണ് വിൻ ചെയ്തത്, അതായത് ജെയുസോ, റിക്കോഷെറ്റ് ആൻഡ് ആൻഡ്രായ്ഡ്. ഇത് കണ്ട് ഡാമിൻ പ്രീസ്റ്റിന് ദേഷ്യം വരുന്നത് പോലെയും ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ മാച്ചിന്റെ അവസാനം കാണിച്ചിരുന്നു. ശേഷം ഇവർ ഫേസ് ടു ഫേസ് നിന്ന് ഇന്നത്തെ റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. ഇതാണ് റോയിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഡ്രാഫ്റ്റ് 2024 മൊത്തം കയ്യിൽ നിന്ന് പോയതുപോലെയും തോന്നി. അതായത് പ്രത്യേകിച്ചൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ചാമ്പ്യൻസിനെ മാറ്റില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചാമ്പ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണാനുള്ള ഇൻട്രസ്റ്റ് അതല്ല ഈ ഒരു ഡ്രാഫ്റ്റിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അതൊക്കെ ആയിരിക്കാം മൊത്തത്തിൽ ഈ ഒരു ഡ്രാഫ്റ്റ് അങ്ങോട്ട് സെറ്റ് ആവാത്തത്.